എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്ത് കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് പറയാനുള്ളത് അവർക്ക് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻസായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ എടുക്കുക, റെസനേറ്റ് ആകുന്ന കാര്യം മാത്രം എടുക്കുക. എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഹെർമിറ്റാണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് കപ്സ്, എംപ്രസ്, എംപറർ, നയൺ ഓഫ് സോഡ്സ്, ദ വേൾഡ്, ഡെത്ത്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ്. ഇത്രയും കാർഡ് വീണ്. നയൺ ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, നയൺ ഓഫ് കപ്സ്. ബോട്ടം വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് വാൻഡ്സ് ആണ്. അവരുടെ ഒരു കറൻറ്റ് എനർജിയിൽ എന്തോ തടസ്സങ്ങളുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കോൺഫ്ലിക്ട്സ്, ഇന്നർ കോൺഫ്ലിക്ട്സ് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് കൺഫ്യൂഷനിലാണ് ആളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം എംപററും എംപ്രസും വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ളൊരു ബന്ധം ഉള്ള ആൾക്കാരായിരിക്കും. അത്രയധികം സോൾ കണക്ഷൻ ഉള്ളൊരു ബന്ധമായിരിക്കാം ഇത്. അപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം അൺകണ്ടീഷണൽ ലവാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്രയ്ക്ക് ഒറ്റപ്പെടലാണ് അവരിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കാനാണ് അവർക്ക് ഇഷ്ടം. നിങ്ങളല്ലാണ്ട് വേറൊരു വ്യക്തി, ഫാമിലി ആയിക്കോട്ടെ, ആരായിട്ടുണ്ടെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ ആ സ്ഥാനത്ത് വേണം എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷൻ നടത്തണം, നിങ്ങളുടെ സൗണ്ട് കേൾക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. രാത്രി ഉറക്കമില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടായി പിരിഞ്ഞു പോയിട്ടുള്ള ആളായിരിക്കാം ഇത്. വളരെയധികം വിഷമം നിങ്ങൾ ഈ ബന്ധത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇത് പൂർണ്ണമായിട്ടും എൻഡായി പോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ചിന്തിക്കുന്നത് അത് വേണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുക്കണമായിരുന്നു, ചില കാര്യങ്ങൾ നല്ല മെച്ചുവറായിട്ട് തിങ്ക് ചെയ്തിട്ട് സംസാരിക്കാമായിരുന്നു എന്നൊക്കെ അവർ ഇവിടെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടും ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡൗണിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് അവർക്ക് വേണം. ആ സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നില്ല, ആരുടെ അടുത്തൊന്നും കിട്ടുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ആൾക്കുള്ളത്. പക്ഷേ പുറമേയൊക്കെ അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് എങ്കിലും അവർക്ക് രാത്രി ഉറക്കമില്ല. ആരോടും പറയാതെ രാത്രി ഡിപ്രഷനിലൂടെ ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഡാർക്ക്നെസ്സാണ് ആളുടെ ലൈഫിൽ നിങ്ങളില്ലാത്തപ്പോൾ എന്നാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുണ്ടായിരുന്നപ്പോഴത്തേക്കും അവർക്കൊരു പൂർണ്ണത ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നഷ്ടമായി. പിന്നെ ഇവിടെ ഒരു കർമ്മ എൻഡാക്കിയിട്ട് പുതിയൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് തുടങ്ങണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു മാരേജ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മാരേജിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ആവുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് അത് സംസാരിക്കണം, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലോട്ട് വരണം എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ എന്താ പറയുക, ബെറ്റർ ഹാഫ് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ഇൻറ്റ്യൂഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും, അല്ലെങ്കിൽ എല്ലാം നല്ല സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ്. അവർ നിങ്ങളെ ആലോചിക്കുമ്പോഴത്തേക്കും വേറൊരു വ്യക്തിനെ അവർക്ക് മനസ്സിൽ കാണാനേ പറ്റുന്നില്ല. അത്രയധികം സന്തോഷമാണ് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക്. ആ പ്രതീക്ഷ നിങ്ങളിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. വളരെയധികം ആൾക്ക് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് മനസ്സിലാക്കി ആ ഒരു ലെവലിലോട്ട് ആൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കിനി എന്തും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റും എന്നുള്ളൊരു എനർജിയിലാണ് ആളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൈവിടാണ്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കോൺവെർസേഷൻ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലോട്ട് നമ്മൾക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അവർ വരുന്നതെന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഉള്ളിൽ എവിടേക്കോ ഒരു കോൺഫ്ലിക്ട്സ് അവർക്ക് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. ജസ്റ്റിസ് ആണ് അതിൻ്റെ താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ നീതി നിങ്ങൾക്ക് നൽകണം, നിങ്ങളുമായിട്ട്
നിങ്ങളുമായിട്ടുള്ളൊരു ഓർമ്മകൾ കണ്ടില്ലേ, നിങ്ങളുമായിട്ടുള്ള പഴയ മെമ്മറീസൊക്കെ ആൾ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ആ ജസ്റ്റിസിനനുസരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നുകൊണ്ട് തന്നെയുള്ളൊരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അവരിപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്.